ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില എക്സ്പെക്റ്റഡ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് വാട്ട് ഈസ് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്നുള്ളതാണ്. എന്താണ് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ഒന്നാമത്തെ ചോദിച്ചിട്ടുള്ളത്. അതായത് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് വെൽത്തി ഇൻഡിവിജ്വൽസ്, അതായത് നല്ല പണമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, അവരെ നമ്മൾ ഏഞ്ചൽസ് എന്നാണ് പറയാം. അവർ ഇൻവെസ്റ്റ് ദെയർ പേഴ്സണൽ മണി ഇൻ ടു സ്മോൾ ഓർ സ്റ്റാർട്ടപ്പ് ബിസിനസ്. അവരെ പേഴ്സണൽ മണി ചെറിയ ചെറിയ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. ഈ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുക, ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയാം. വെൽത്തി ഇൻഡിവിജ്വൽസ് നോൺ ആസ് ഏഞ്ചൽസ് ഇൻവെസ്റ്റ് ദെയർ പേഴ്സണൽ മണി ഇൻ ടു സ്മോൾ സ്റ്റാർട്ടപ്പ് ബിസിനസ്. ഇതിനെയാണ് നമ്മൾ ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുക. നോർമലി ഇവർ ഓണർഷിപ്പ് ഇക്വിറ്റി അല്ലെങ്കിൽ കൺവേർട്ടബിൾ ഡെപ്റ്റിന് പകരമായിട്ടാണ് ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഏഞ്ചൽ ഇൻവെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുക, വെൽത്തി ഇൻഡിവിജ്വൽസ് കോൾഡ് ഏഞ്ചൽസ് ഇൻവെസ്റ്റ് ദെയർ മണി ഇൻ ടു സ്മോൾ ഓർ സ്റ്റാർട്ടപ്പ് ബിസിനസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്താണ്, വാട്ട് ഈസ് ദി റോൾ ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഇൻ ബിസിനസ് ഗ്രോത്ത്. ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്തിൽ വെഞ്ചർ ക്യാപിറ്റലിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ പ്രൊവൈഡ് എക്സ്ട്രാ ഫണ്ട്. വിത്ത് ദീസ് എക്സ്ട്രാ ഫണ്ട് കമ്പനീസ് ക്യാൻ എക്സ്പാൻഡ്, ഡെവലപ്പ് ന്യൂ പ്രോഡക്റ്റ് ഓർ എൻ്റർ ഇൻ ടു ന്യൂ മാർക്കറ്റ്. ഓക്കെ, ഈ ഒരു വെഞ്ചർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, എക്സ്ട്രാ ഫണ്ടുകളാണ്. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ്സിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാനും അതേപോലെ പുതിയ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ റോള് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് എക്സ്പ്ലെയിൻ വാരിയസ് സോഴ്സ് ഓഫ് ലോങ് ടേം ഫിനാൻസിങ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഷോർട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. വാരിയസ് സോഴ്സ് ഓഫ് ലോങ് ടേം ഫിനാൻസിങ് ആണ്. ഓക്കെ, അതിൽ ഒന്നാമത്തതാണ് ഷെയർ എന്ന് പറയുന്നത്. ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഷെയർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഒരു സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റലിനെ നമ്മൾ കുറേ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഓരോ യൂണിറ്റിനെയും നമ്മൾ പറയുന്നതാണ് ഷെയർ എന്ന് പറയുന്നത്. അതായത് ഷെയർ റെപ്രസെൻറ്റ് ഇക്വിറ്റി ഓഫ് എ കമ്പനി. നോർമലി ഓണർഷിപ്പ് സെക്യൂരിറ്റികളാണ് ഈ ഒരു ഷെയർസ് എന്ന് പറയുന്നത്. മെയിൻലി രണ്ട് തരത്തിലാണ് ഷെയറുകൾ വരുന്നത്. ഇക്വിറ്റി ഷെയർ വരും, പ്രിഫറൻസ് ഷെയർ വരും. ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ റിയൽ ഓണേഴ്സ് ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അവർക്കൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ടാകും. എന്നാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്തില്ല, ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇല്ല. അവർക്ക് വോട്ടിംഗ് പവർ ഉണ്ടാകും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്, എന്നാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് പവർ ഇല്ല. ഇത്തരത്തിലുള്ള കുറേ പ്രത്യേകതകളാണ് ഇവ രണ്ടും വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഷെയർ ആണ്. ഇനി രണ്ടാമത്തെ സോഴ്സ് എന്താണ്, ഡിബെഞ്ചർ ആണ്. ഡിബെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി അക്നോളജ്മെൻറ്റ്, ഇൻസ്ട്രുമെൻറ്റ് ഓഫ് അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ആണ്. ഇൻസ്ട്രുമെൻറ്റ് ഓഫ് അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ആണ് എന്തിനെക്കുറിച്ച് പറയുന്നത്, ഡിബെഞ്ചറിനെ കുറിച്ച് നമ്മൾ പറയാം. അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഇഷ്യൂഡ് ബൈ കമ്പനി അണ്ടർ ഇറ്റ്സ് കോമൺ സീൽ. ഡിബെഞ്ചർ ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്. ഓക്കെ, ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു പോർഷൻ ആണ്, അല്ലെങ്കിൽ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുക. നോർമലി ഇത് എന്താണ്, രണ്ട് തരത്തിലുണ്ടാകും, ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും. ഇനി രണ്ടാമത്തെ ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസ്ട്രുമെൻറ്റ് ഓഫ് അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ആണ്. ഇനി അടുത്ത് വരുന്ന ടേം ലോൺ ആണ്. ടേം ലോൺ എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ സോഴ്സ് ഓഫ് ഫിനാൻസിൽ വരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സോഴ്സ് ആണ്. ഇവിടെ നോർമലി മീഡിയം ആൻഡ് ലോങ് ടേം ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടേം ലോണുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. നോർമലി ടേം ലോൺ എന്ന് പറയുന്നത് സെക്വേർഡ് ബോറോയിങ്സ് ആണ് ഫോർ എ പീരീഡ് ഓഫ് നോർമലി എക്സീഡിങ് 5 years. ഒരു 5 കൊല്ലത്തിന് മുകളിലേക്കുള്ള ഒരു സെക്വേർഡ് ബോറോയിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ടേം ലോൺ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത വരുന്ന ലീസ് ഫിനാൻസിങ് ആണ്. ലീസ് ഫിനാൻസിങ്, അതായത് ലീസ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ദി ഓണർ ഓഫ് ദി അസറ്റ് ആൻഡ് ദി യൂസർ ഓഫ് ദി അസറ്റ്. ഒരു അസറ്റിൻ്റെ ഓണറും അതേപോലെ അത് യൂസ് ചെയ്യുന്ന ആളും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ലീസ് ഫിനാൻസിങ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ ഓണർ നമ്മൾ പറയുക ലെസർ എന്നും, ഇതിൻ്റെ ഉപയോഗിക്കുന്ന ആളെ നമ്മൾ എന്ത് പറയും, ലെസ്സി എന്നും പറയും. ഓക്കെ, നോർമലി ഇവിടെ ഇതിന് പകരമായിട്ട് എന്ത് കൊടുക്കും, ഒരു കൺസിഡറേഷൻ കൊടുക്കും. ഈ കൺസിഡറേഷന് നമ്മൾ പറയുക ലീസ് റെൻ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഹൈബ്രിഡ് ഫിനാൻസിങ് ആണ്. ഹൈബ്രിഡ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻസിങ് മെത്തേഡാണ് യൂസ്ഡ് ബൈ ബിസിനസ്. ഓക്കെ, അതായത് ബിസിനസ്സിലുള്ള ഡിഫറെൻറ്റ് എന്താണ് മെത്തേഡുകൾ, ഫിനാൻസിങ് മെത്തേഡുകൾ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹൈബ്രിഡ് എന്ന് പറയുന്നത്. കോമ്പിനേഷനാണ്, കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻസിങ്, അതായത് മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളും ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിനാൻസിങ് മെത്തേഡിനെ നമ്മൾ എന്ത് പറയും, ഹൈബ്രിഡ് ഫിനാൻസിങ് എന്ന് പറയും. ഓക്കെ,
ഇനി അടുത്തതാണ് വെഞ്ചർ ക്യാപിറ്റൽ. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാണ്, ഇറ്റ് ഈസ് എ മണി ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് പ്രൊവൈഡ് ടു സ്റ്റാർട്ടപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ദാറ്റ് ഹാവ് പൊട്ടൻഷ്യൽ ഫോർ ലോങ് ടേം ഗ്രോത്ത്. അതായത് ഒരു ലോങ് ടേം ഗ്രോത്തിന് സാധ്യതയുള്ള സ്ഥാപനങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ സ്മോൾ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സിസ്റ്റമാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം റിസ്ക് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അതേപോലെ തന്നെ ബട്ട് ആൾസോ ഓഫർ ദി പോസിബിലിറ്റി ഓഫ് ബിഗ് റിട്ടേൺ. ഓക്കെ, അതേപോലെ തന്നെ റിട്ടേൺ കൂടുമ്പോൾ റിസ്ക് കൂടുമ്പോൾ റിട്ടേണും എന്ത് ചെയ്യും, കൂടും. അപ്പോൾ റിട്ടേണും എന്തായിരിക്കും, പൊതുവേ ഇതിന് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത വരുന്നത് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് ആണ്. ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒന്നാമത്തേതായിട്ട് പറഞ്ഞു. ഏഞ്ചൽസുകൾ, അതായത് ഇൻഡിവിജ്വൽസ് ഹാവിങ് വെൽത്തി ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ദെയർ പേഴ്സണൽ മണി ഇൻ ടു സ്മോൾ ഓർ സ്റ്റാർട്ടപ്പ് ബിസിനസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയാം. ഇനി പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ് ആണ്. പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ഗിവ് മണി ടു എ കമ്പനി ഇൻ എക്സ്ചേഞ്ച് ഫോർ ഓണർഷിപ്പ് ഓഫ് ഷെയർസ്. ഓക്കെ, ഷെയറിന് പകരമായിട്ട് കമ്പനികളിലേക്ക് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു ഇൻവെസ്റ്റേഴ്സ്. ഇവിടെ പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് നോർമലി ഇതെന്താണ്, നോട്ട് ലിസ്റ്റഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാത്തതായിരിക്കും ഇത്തരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എന്ത് പറയുന്നത്, പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത വരുന്ന മറ്റൊരു സോഴ്സ് എന്താണ്, വാറണ്ട് ആണ്. വാറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഗിവ്സ് ഇൻവെസ്റ്റേഴ്സ് എ റൈറ്റ് ടു ബൈ ദി അണ്ടർലൈൻ ഷെയർ, ബോണ്ട് ഓർ എനി അതർ സെക്യൂരിറ്റി അറ്റ് എ സെർട്ടൈൻ ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ സ്പെസിഫിക് പ്രൈസ്. ഒരു നിശ്ചിത പ്രൈസിന് ഒരു നിശ്ചിത ഡേറ്റിന് ഫ്യൂച്ചറിൽ ഒരു സെക്യൂരിറ്റിയോ അല്ലെ ബോണ്ടോ അല്ലെ ഒരു ഷെയറോ വാങ്ങാനുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ റേറ്റിനെയാണ് എന്ത് പറയുന്നത്, വാറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് ആണ്. കൺവേർട്ടബിൾ സെക്യൂരിറ്റി അല്ലെ കൺവേർട്ടബിൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗിവ് ഇൻവെസ്റ്റേഴ്സ് ആൻ ഓപ്ഷൻ ടു കൺവേർട്ട് ബോണ്ട് ഓർ പ്രിഫറൻസ് സ്റ്റോക്ക് ഇൻ ടു ഇക്വിറ്റി ഷെയർ. ഒരു സ്ഥാപനത്തിൻ്റെ ബോണ്ടിനെ അല്ലെങ്കിൽ ഡിബഞ്ചറിനെ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയറിനെ ഇക്വിറ്റി ഷെയറിലേക്ക് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു ഫിക്സ്ഡ് ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിന് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ കൺവേർട്ടബിൾസ് നൽകുന്നത്. ഓക്കെ, കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇനി അടുത്തത്, വാട്ട് ഡു യു മീൻ ബൈ സീറ്റ് ഇക്വിറ്റി? എന്താണ് സീറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദി കമ്പനി ടു എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ്. ഒരു സ്ഥാപനത്തിൻ്റെ എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ അറ്റ് എ ഡിസ്കൗണ്ട് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ക്യാഷ് ഇല്ലാത്ത മറ്റെന്തെങ്കിലും പകരമായിട്ടോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലോ ഒരു സ്ഥാപനത്തിൻ്റെ എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ആണ് എന്ത്, സീറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ഇവിടെ ഈ ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പഠിക്കേണ്ട, അല്ലെങ്കിൽ തിയററ്റിക്കലി അതിൻ്റെ പാർട്ട് എയിൽ നോർമലി ചോദിക്കാറുള്ള ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.